എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ സ്ത്രീകൾ പ്രായഭേദമന്യേ VS അച്യുതാനന്ദനെ ഇത്രയധികം സ്നേഹിക്കാൻ കാരണം? 18 വയസ്സായ പെൺകുട്ടി പോലും പറയുന്നു, എനിക്ക് ഒരു രക്ഷിതാവ് നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കും VS ഈ ഒരു സ്നേഹം ആർജിച്ചത്? നമസ്കാരം. VS അച്യുതാനന്ദൻ ഒട്ടേറെ പാഠങ്ങൾ നമുക്ക് തന്നിട്ട് പോയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം, ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്ന് പറയുന്നതായിരുന്നു VSന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള തിരുവനന്തപുരത്തു നിന്നുള്ള ആലപ്പുഴയ്ക്കുള്ള ഇടയ്ക്കുള്ള യാത്രയിൽ യാത്രാമധ്യേ കേരളം കണ്ടത്. കാരണം ആ രീതിയിലായിരുന്നു സ്ത്രീകൾ, പ്രായമുള്ളവരും ഈ മധ്യവയസ്കകളും എല്ലാ പ്രായത്തിലുള്ള, എന്തിനു പറയുന്നു, തങ്ങളുടെ അമ്മമാരിൽ നിന്ന് പറഞ്ഞു കേട്ട VSന്റെ ചിത്രം മനസ്സിൽ കേട്ടു വളർന്ന VSനെ നേരിട്ടിട്ട് VS ഒരു പക്ഷേങ്കിൽ അസുഖബാധിതനായതിന് ശേഷം പോലും, ജനിച്ച കുട്ടികൾ പോലും VS എന്നുള്ള ഒരു വികാരവുമായിട്ട് പാദവക്കിൽ കാത്തു നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ ഒരു കാരണം, ഇന്ന് കേരളത്തിൻ്റെ ഒട്ടുമിക്ക സാമൂഹിക പ്രശ്നങ്ങളും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വഴിയിലൂടെ പരിഹരിക്കാൻ പറ്റും. ആ വഴിയിലൂടെ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാമൂഹികമായിട്ട് രംഗത്തിറങ്ങി നാളെ മുതൽ നടപ്പിലാക്കാവുന്ന ഒരു പദ്ധതിയല്ല. പക്ഷേ ഓരോ കുടുംബങ്ങളിലും, കേരളത്തിലെ അല്ലെങ്കിൽ ഓരോ ആണുങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ VS എന്ന ഒരു മനുഷ്യനിലേക്ക് ഇങ്ങനെ തിരിയാൻ കാരണം ഇന്ന് കേരളത്തിൽ അത്രയധികമാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന അസുരക്ഷിതത്വ ബോധം എന്ന് പറയുന്നത്. ഒരു 18 വയസ്സായ VSന്റെ മൃതദേഹം കാണാനായിട്ട് രാവിലെ മുതൽ തലേന്ന് രാത്രി മുതൽ ആലപ്പുഴ കാത്തു നിന്നൊരു 18 വയസ്സുകാരി പെൺകുട്ടി പറയുന്നു, VS ഉണ്ടായിരുന്നപ്പോൾ ധൈര്യപൂർവ്വം പുറത്തിറങ്ങി പോകാമായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, കേരളം അത്രമാത്രം അസുരക്ഷിതമായ ഒരു സമൂഹം അല്ലെങ്കിൽ അസുരക്ഷിതമായ ഒരു പശ്ചാത്തലമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അസുരക്ഷിതത്വം ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ആണുങ്ങളാണ്. എന്തുകൊണ്ട് VSലേക്ക് തിരിയുന്നു? കാരണം ഈ സ്ത്രീകളെല്ലാം, കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഒക്കെ VSലേക്ക് തിരിയാൻ കാരണം അവരുടെ പരിചയത്തിലുള്ള ആണുങ്ങളിൽ നിന്ന് ഈ ഒരു സംരക്ഷണ ബോധം അവർക്ക് കിട്ടുന്നില്ല. സംരക്ഷണ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു കവചം തീർക്കുക എന്നുള്ളതല്ല, തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നലാണ് ഉണ്ടാവുന്നത്. മറിച്ച് VS എന്ന ഒരു ചെറിയ മനുഷ്യൻ കേരളത്തിലെ ഈ കണ്ട സ്ത്രീകളുടെ മുഴുവൻ പിന്നിലും പോയി സംരക്ഷണ വലയം സൃഷ്ടിക്കും എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിട്ടല്ല, മറിച്ച് സ്ത്രീകളുടെ വിഷയത്തെ ഒരു സ്ത്രൈണമായ ഭാവത്തോടു കൂടി, സ്ത്രൈണതയെ തൊട്ടറിഞ്ഞ് VS ആ വിഷയത്തിലേക്ക് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് സ്ത്രീകളുടെ ഇത്രയും അധികം മനം കവരാൻ കാരണമായത്. കാരണം സ്ത്രീയെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അത് കേരളത്തിലെ ഓരോ ആണും, കാര്യം പുരുഷൻ എന്നുള്ള വാക്ക് ബോധപൂർവം ഞാൻ ഉപയോഗിക്കാത്തതാണ്. കാരണം ഈ ഒരു ശ്രദ്ധ ഉണ്ടാവുന്ന വ്യക്തി, ഈ ഒരു ശ്രദ്ധ ഏതൊരു ആണിലാണോ ഉണ്ടാവുന്നത്, ആ ആണ് മാത്രമേ പുരുഷനായി മാറുന്നുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു തലത്തിൽ പൗരുഷം കേരളം പൗരുഷം കണ്ടത് ഈ 100 കഴിഞ്ഞ ആ ഒരു മനുഷ്യനിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് പോലും ഇന്ന് ആ സ്ത്രീകളിൽ ആ ഒരു വൈകാരികത ഉണർത്തുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പേരോർക്കുമ്പോൾ പോലും ഈ ഒരു ശ്രദ്ധയാണ് ഈ സ്ത്രീകൾ അറിയുന്നത്. ഇത് എങ്ങനെ VSന് കേരളത്തിലെ സ്ത്രീകളിലേക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞു? അത് വളരെ അതിസൂക്ഷ്മമായിട്ട്, അതും കൂടെ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിൻ്റെ വിഷയം, അല്ല കേരളം ഇന്ന് നേരിടുന്ന വിവിധ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എന്താണ്, അതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് അനായാസം നമുക്ക് കാണാൻ കഴിയുന്നത്. അത് അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാം.